ഹായ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പത്തിരിയാണ് കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാണ്ടും കമൻറ്റ് ചെയ്യാണ്ടും പോവില്ല. അത്രയ്ക്കൊരു സൂപ്പർബ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് നമുക്ക് ആവശ്യമുള്ളത് ആ കപ്പ ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ, കുറച്ച് ഉപ്പിട്ടിട്ട്. ഈ പത്തിരി ഉണ്ടാക്കാൻ ഇനി കപ്പ ഉണക്കി പൊടിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്കൊരു ഈസി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരി നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനിതാ കപ്പ റെഡിയായി. നമ്മൾ തൊളിയൊക്കെ പോക്കിയിട്ട് ഉള്ളിലുള്ള ഒരു നാര് പോലത്തെ സാധനമില്ലേ, അതൊന്ന് ഒഴിവാക്കി കളയുക. എന്നിട്ട് നല്ലോണം കൊഴിച്ചെടുക്കുക കേട്ടോ. ആദ്യം കപ്പ ഉടച്ചിട്ട് നല്ലോണം സ്മാഷ് ചെയ്ത് പിന്നെ കൊഴിച്ചെടുത്താൽ മതി. ചിലപ്പോൾ കുഴയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് ഡിർ ചെയ്താൽ മതി. അധികം നമ്മൾ മിക്സി ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒരു പൾസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. എന്താ മാവ് റെഡിയായി. ഇനി നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒരു മീഡിയം സൈസ് ബോൾസ് ആക്കിയാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ അരിപ്പത്തിരിയൊക്കെ ചൂടുമല്ലേ, ആ സൈസ് ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് പത്തിരി പ്രസ്സിൽ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് കുറച്ച് കട്ടി ലേശം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ വേവിച്ചതല്ലേ. അപ്പോൾ ആ പത്തിരി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കാനുള്ളൂ. അത്രേ ഉള്ളൂ ഗൈസ്. ഈസി ആയിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പൻ്റെ പത്തിരി റെഡിയായി. ഈ പത്തിരിക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ ക്യാബേജാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ക്യാബേജ് നല്ലോണം നൈസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി, പച്ചമുളക്, കുറച്ച് ജീരകം ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഉള്ളി വാടിയ ശേഷം നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ക്യാബേജിൻ്റെ വേവ് എത്രയാണോ അതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് എന്നിട്ട് ശേഷം നമുക്ക് ഒരു 4 കോഴിമുട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 4 കോഴിമുട്ട എടുത്തിട്ട് നല്ലോണം ഈ ക്യാബേജിൻ്റെ കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുരുമുളക് പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ കുറച്ച് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ഗാർണിഷിന് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ എഗ് ആൻഡ് ക്യാബേജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പത്തിരിയും റെഡിയാണ്. അപ്പോൾ ഈ പത്തിരിയും ക്യാബേജ് കറിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്